ഒരുപാട് സർവീസ് രാജ്യത്തിന് നൽകിയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അവരെ പോലും മതം ജകഞ്ഞ് ഈ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തയ്യാറാവാന്ന് പറയുമ്പോൾ BJP അവരുടെ തനിനിറം കാണിക്കുക. ഈ തീവ്രവാദത്തെ നമ്മൾ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചതും പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതും രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ്. തീവ്രവാദികൾ ആഗ്രഹിച്ചത് ഈ ഇൻസിഡന്റിലൂടെ അവരെ ജീവനെടുക്കാൻ മാത്രമല്ല, നാടിന്റെ ഐക്യം കൂടെ കവരണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അതിന് വിട്ടുകൊടുക്കാതെ ആ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ പോലും ധീരരായി ഇതൊരു പ്രദേശത്തെ ജനങ്ങളെയോ ജാതിയോ മതമോ വേർതിരിച്ച് കാണരുത് എന്നുള്ള സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നിടത്താണ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ഒരു മന്ത്രി ഈ നാടിന്റെ ആർമിയുടെ ഭാഗമായി സേവനമനുഷ്ഠിക്കുന്ന ഒരാളുടെ കുടുംബത്തെ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിക്കുന്നത്. ഒരു നിമിഷം പോലും ആ പദവിയിൽ തുടരാൻ അവർ അർഹരല്ല. ഒരു നിമിഷം പോലും ആ പദവി BJP അയാളെ പുറത്താക്കാൻ തയ്യാറാവണം. മതം തിരഞ്ഞു കൊന്ന തീവ്രവാദികളും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ തീവ്രവാദികളും തമ്മിൽ എന്ത് വ്യത്യാസം? ഇവരൊക്കെ ചെയ്യുന്നത് ഒരേ ആശയമല്ലേ? നമ്മുടെ മതസൗഹൃദം എങ്ങനെയെങ്കിലും നശിപ്പിക്കണം.